ഹലോ രേഷസ് ക്രാഫ്റ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു തൂക്കുകളൊക്കെ ആയിട്ടാട്ടോ. അപ്പം നമുക്കിത് ഉണ്ടാക്കാനും ഈസിയാണ്, നമുക്കൊരു എക്സ്പെൻസ് ഇല്ലാതെ ഉണ്ടാക്കാനും പറ്റും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ഇവിടെ ന്യൂസ് പേപ്പർ വെച്ചിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കണം. കട്ട് ചെയ്തിട്ട് നമ്മൾ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയെടുക്കണം. ഞാനിതൊരു റീഫില്ലർ വെച്ചിട്ടാണ് ഇതുപോലെ ട്യൂബ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതാ ഇതിൻ്റെ അറ്റത്ത് നമുക്ക് ഇച്ചിരി ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചെടുത്താൽ മതി. ഇതുപോലെ നമുക്ക് ഒരുപാട് റോൾസ് ഉണ്ടാക്കിയെടുക്കണം. ഫസ്റ്റ് തന്നെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഇതാ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. ഒരു റോള് ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഗ്ലൂ ഇട്ടിട്ട് അടുത്ത റോൾ എടുത്തിട്ട് നമുക്കിതുപോലെ തന്നെ ചുരുട്ടിയെടുക്കാം. കണ്ടോ, ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വിളക്കിൻ്റെ വലിപ്പം എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും സൈസിൽ നമുക്ക് ചുറ്റിയെടുക്കാം. പിന്നെ നമ്മളിതാ ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വിളക്കിൻ്റെ കുറച്ചൊരു ഇങ്ങനെ കുഴിയായിട്ടുള്ള ഈ ഒരു ഷേപ്പിലല്ലേ കിട്ടുക. കണ്ടോ, അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് വിളക്കിൻ്റെ അടിയിലത്തെ ഭാഗം. ഇനി നമുക്കതിൻ്റെ മുകളിലത്തെ ഭാഗം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു തിന്നായിട്ടുള്ള കാർഡ്ബോർഡാട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിയെടുത്താലും മതി. ഞാനിവിടെ കാർഡ്ബോർഡ് ആകുമ്പോഴത്തേനും കുറച്ച് പെട്ടെന്ന് നമുക്ക് ചുറ്റിയെടുക്കാമല്ലോ. അങ്ങനെ ഞാൻ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ മറ്റേ അടിയിലത്തെ ഭാഗം ചെയ്തില്ലേ, അതുപോലെ തന്നെ നമുക്ക് അതേ സൈസിൽ തന്നെ നമുക്ക് മുകളിലത്തെ ഭാഗത്തും ഇതുപോലെ ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ പേപ്പർ ട്യൂബ് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈസിൽ തന്നെ ഞാൻ നേരത്തെ ചെയ്ത ആ ഒരു സൈസിൽ തന്നെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കിതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നിലത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അമർത്തിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വൈറ്റ് ഗ്ലൂവും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്ത് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കുക. അപ്പോൾ ഇതാ കണ്ടോ, ഇനിയിപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഗ്ലൂ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇത് നമുക്ക് ആ സൈഡിൽ ഇതുപോലെ ജസ്റ്റ് അതിൻ്റെ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്യൂബ് എടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് ഇതാ 2 ട്യൂബ് ഒരേ സൈസിലുള്ള 2 ട്യൂബ് എടുത്തിട്ടുണ്ട്. നേരത്തെ ചുറ്റിയെടുത്ത പോലെ തന്നെ നമുക്കിതുപോലെ ചുറ്റിയെടുക്കണം. ഇത് നമുക്ക് ഗ്ലൂ ഇട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ പ്രസ് ചെയ്ത് ഒരേ സൈസിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പ്രസ് ചെയ്തില്ലേ, അതുപോലെ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. രണ്ടും അതുപോലെ തന്നെ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക. രണ്ടും ഇതുപോലത്തെ ഷേപ്പിൽ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിൽ നേരത്തെ ഗ്ലൂ ചെയ്ത പോലെ തന്നെ നമുക്ക് ഗ്ലൂ ഇട്ട് കൊടുക്കണം. നമുക്ക് രണ്ടും കൂടെ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. കേട്ടോ, ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനൊരു പേപ്പറിൻ്റെ ഇതുപോലെ ഒരു ട്യൂബ് കുറച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കണ്ട കേട്ടോ. അവിടെ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അത് ഇളകി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്ത് ഇനി നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ വിളക്കിൻ്റെ മുകളിൽ ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ അതിൻ്റെ ആ സെൻറ്ററിൽ വരുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ ഒരു പേപ്പർ പീസ് എടുത്ത് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടോ. പെട്ടെന്ന് നമുക്ക് കളർ ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ താഴത്തെ ഭാഗത്ത് ഒരു സ്ട്രിപ്പ് ഞാനിതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്കതിൻ്റെ ചെയിൻ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അതായത് ഇതുപോലെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ റോൾ ചെയ്തെടുക്കാം, കുഞ്ഞു കുഞ്ഞു പീസ്. ഞാൻ ഇത് 8 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും കേട്ടോ ഇതിൻ്റെ നീളവും വീതി എടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് ഇതുപോലെ ചുറ്റിയിട്ടുള്ളത്. നമുക്ക് ചെയിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി അതിൻ്റെ ഇടയിലോട്ട് ഇതിട്ടിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങോട്ട് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമുക്കൊരു കുറേ എണ്ണം ഇതേപോലെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേനും നമുക്ക് എത്ര വലുപ്പത്തിലുള്ള ചെയിനാണോ വേണ്ടത് ആ ഒരു വലുപ്പം വരെ നമുക്കിത് ഓരോന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇത്രയും വലുപ്പത്തിൽ ഞാനിവിടെ ചെയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കുളത്തുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആ ഒരു സ്ട്രിപ്പിൽ തന്നെ ഞാനിത് ഇതുപോലൊരു ഫ്ലോറൽ വയർ ഇട്ടിട്ട് നമുക്ക് ഒരു ഷേപ്പിൽ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഫ്ലോറൽ വയർ ഇട്ടിട്ടുള്ള അതും അതിന് വെച്ചിട്ട് ഇതുപോലെ ഷേപ്പാക്കിയിട്ട് ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെയിനില്ലേ അത് നമുക്ക് ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് അവിടെ ഇത്തിരി ഗ്ലൂ ഇട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. കണ്ടോ, ഇപ്പം അതിൻ്റെ ആ ഒരു ചെയിനും കുളത്തും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് ഫിറ്റ് ചെയ്യേണ്ടതാണല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇതുപോലെ തന്നെ എടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നേരത്തെ ഉണ്ടാക്കി വെച്ച ചെയിനിൻ്റെ ഇടയിൽ കൂടി ഇട്ട് ഒട്ടിച്ചെടുക്കാം. കണ്ടോ, അപ്പം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വിളക്കിൻ്റെ ആ മേളത്തെ ഭാഗത്തോട്ട് നമുക്കിതങ്ങോട്ട് ഗ്ലൂ ഗൺ, ഞാനിപ്പോൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഒട്ടിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ വിളക്കൊക്കെ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഒന്ന് കളർ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ആട്ടോ അടിച്ചിട്ടുള്ളത്. കണ്ടോ, അപ്പോൾ എല്ലാവർക്കും ഈ വിളക്കിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.